പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പെസഹ ദിനത്തിൽ യേശു സ്ഥാപിച്ച വിശുദ്ധ കൂദാശ, വിശുദ്ധ കുർബാന. ഇന്നും പുരോഹിതരിലൂടെ അനുസ്യൂതം തുടരുന്നു യേശുവിൻ്റെ ഈ ബലിയർപ്പണം. വിശുദ്ധ കുർബാനയെ നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന അഭിഷിക്തൻ, ബലിയർപ്പണത്തിനായി ബലിയായിത്തീരുന്ന വൈദികൻ. ലോക്ക്ഡൗൺ കാലഘട്ടത്തിലും ധീരതയോടെ ദൈവജനത്തിന് ബലമേകാൻ ദിവ്യകാരുണ്യത്തെ മുറുകെ പിടിച്ച വന്യവൈദികൻ ഫാദർ ഷാജി പുന്നത്താനത്തുകുന്നേൽ. പാലാ രൂപതയിലെ ചിറ്റാർ ഇടവക വികാരിയായി സേവനം ചെയ്യുന്ന ധ്യാനഗുരുവും വചനപ്രഘോഷകനുമായ അച്ഛൻ തന്റെ ബാല്യകാലത്തെ ദിവ്യകാരുണ്യ അനുഭവം നമ്മോട് പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ജനിച്ചു വളർന്നത് ദൈവാനുഗ്രഹം നിറഞ്ഞ വിളക്കുമാടം എന്നൊരു സ്ഥലത്താണ്. അവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ വച്ച് എനിക്കുണ്ടായ ഒരു ദൈവിക അനുഭവം പിന്നീട് വൈദികനാകാനും കുർബാനയുടെ ഒരു വൈദികനായിത്തീരാനും എനിക്ക് പ്രേരണ നൽകി. അന്ന് 9ാം ക്ലാസ്സിൽ വേദപാഠത്തിന് പഠിക്കുമ്പോൾ അന്നത്തെ വികാരിയച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വടകര കാലായിലച്ഛൻ സൺഡേ സ്കൂൾ അസംബ്ലിയിൽ ഇങ്ങനെ പറഞ്ഞു: ഇന്ന് നിങ്ങൾ നല്ലതുപോലെ ബലിയിൽ പങ്കെടുത്താൽ, കുർബാന പുസ്തകം എടുത്ത് കണ്ണടച്ച് കുർബാനയിലെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഇന്ന് സ്വർഗം കാണും. എൻ്റെ മനസ്സ് വല്ലാത്തൊരാഗ്രഹം, സ്വർഗം കാണണം. അതുവരെ ചെയ്യാത്തതുപോലെ തീക്ഷ്ണമായിട്ട് കുർബാന പുസ്തകത്തിൽ നോക്കി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ആ കുർബാന കഴിഞ്ഞപ്പോൾ അന്ന് വരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വലിയ ഒരാത്മീയ സന്തോഷം. സത്യം പറയാമല്ലോ, ഞാനന്ന് സ്വർഗം കണ്ടു. അന്നു മുതൽ എനിക്ക് കുർബാനയോട് വലിയ ഒരാദരവും ഭക്തിയാണ്. 100% ബോധ്യത്തോടെ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ദൈവവിളിയുടെ ആരംഭം വിശുദ്ധ കുർബാന അനുഭവത്തിൽ നിന്നാണ്. ആലുവ പൊന്തിഫിക്കൽ സെമിനാരി ജീവിതകാലത്ത് തന്റെ ദൈവവിളി പരീക്ഷണ കാലഘട്ടത്തിലൂടെ കടന്നുപോയ നാളുകൾ. എന്നാൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ദിവ്യ വഴിയിലെത്തിയ അച്ഛന്റെ ജീവിതം നമുക്ക് മുൻപിൽ തുറക്കപ്പെടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സെമിനാരി ജീവിതകാലത്ത് എൻ്റെ ദിവ്യകാരുണ്യ ഈശോ എനിക്ക് തന്ന ദിവ്യകാരുണ്യ ഭക്തിയിൽ എന്നെ ആഴപ്പെടുത്തിയ, എന്നെ വല്ലാതെ ദിവ്യകാരുണ്യ ഈശോയോട് ചേർത്ത് വെച്ച ഒരു അനുഭവം ഓർക്കുകയാണ്. ആലുവ കാർമലികരി സെമിനാരിയിൽ തത്വശാസ്ത്രം പഠിക്കുന്ന അവസരമാണ്. സെമിനാരിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ തരാറുണ്ട്. ഞാൻ 2 വർഷമായിട്ട് സെമിനാരിയിലെ അൾത്താരയുമായി ബന്ധപ്പെട്ട ദേവാലയ ശുശ്രൂഷയുടെ ജോലി ചെയ്യുകയാണ്. ഒത്തിരി നേരം അൾത്താരയോട് ചേർന്നാണ്. അങ്ങനെ ഒരു ദിവസം ദേവാലയത്തിലായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു സംശയം, വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടോ? ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ബുദ്ധിയിൽ ഒരു സംശയം.
തിരുവോസ്തിയിൽ ഈശോയുണ്ടോ? ഈശോ തിരുവോസ്തിയിൽ വരുമ്പോൾ ഈ തിരുവോസ്തിക്ക് ഒരു വ്യത്യാസം ഉണ്ടാകേണ്ടതല്ലേ? ഞാൻ ബുദ്ധിയുടെ മട്ടക്കോണുകൊണ്ട് വീഞ്ഞിനെയും തിരുരക്തത്തെയും ഓസ്തിയെയും തിരുവോസ്തിയെയും ചിന്തിച്ചു നോക്കി. അപ്പം എൻ്റെ മനസ്സിൽ ഒരു ആഴമായ സംശയം, ഈശോ ഈ ദൈവത്തിന് ഓസ്തിയിൽ ആകാമോ? ഈ സംശയം ഓരോ ദിവസവും കൂടിക്കൂടി വന്നു. എന്നെ വല്ലാതെ അത് ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മീയ പിതാവായ മാലിപ്പറമ്പിലച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു, അച്ചോ, എനിക്ക് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ട്. കുർബാനയിൽ ഈശോ ഉണ്ടോ എന്നൊരു സംശയം. വിശുദ്ധനായ വൈദികൻ പറഞ്ഞു, ചമ്മാച്ച, നല്ലതിന് ദൈവം ഒരുക്കിയതാണ്. ചമ്മാച്ചനെ ദൈവം പ്രത്യേകമായിട്ട് ഈ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നുണ്ട്. ആയതിനാൽ ചമ്മാച്ചനൊരു കാര്യം ചെയ്യണം. എല്ലാ ദിവസവും അരമണിക്കൂർ ദേവാലയത്തിലെ ദിവ്യകാരുണ്യേശോയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈശോയെ, നീ എനിക്ക് ഒന്ന് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ ജീവിതത്തിൽ അതുപോലെ ബുദ്ധിമുട്ടിച്ച ഒരു സംഭവമായതുകൊണ്ട് വൈകുന്നേരത്തെ കളി വേണ്ടെന്ന് വെച്ച് ഞാനൊരു 7 ദിവസം പള്ളിയിൽ പോയി ദിവ്യകാരുണ്യേശോയുടെ അടുത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ, എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണേ. ഞാൻ ഓർക്കുവാണ്, 7ാമത്തെ ദിവസം ഞാൻ ദേവാലയത്തിലിരിക്കുമ്പോൾ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വലിയ ഒരു നിറവ്, എൻ്റെ ഭാരമെല്ലാം അലിഞ്ഞു പോകുന്നതായി, ആരോ എടുത്തു മാറ്റുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുക. എൻ്റെ ഹൃദയത്തിൽ വലിയ ഒരു അനുഭവം. ഞാനിത് മനസ്സിലാക്കുന്നു, അതൊരു ദിവ്യകാരുണ്യ അനുഭവമാണ്. അതെന്നെ കൂടുതൽ ഈശോയോട് കൂടുതൽ എന്നെ അടുപ്പിച്ചു. എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ ഒരു ക്യാൻസർ രോഗിയാണ്. 18 കൊല്ലമായി. ഈ അസുഖത്തിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, വേദനകൾ വരുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഈശോയോട് അടുത്തു പോയിരിക്കും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഭാരമെല്ലാം അലിഞ്ഞു തീരുന്നതായി. അപ്പം അങ്ങനെ എന്നെ ഈശോ രൂപീകരിക്കുകയായിരുന്നു. നമ്മുടെ ദുഃഖങ്ങളും സംശയങ്ങളുമെല്ലാം ഇല്ലാതായിത്തീരുന്നത് ദിവ്യകാരുണ്യേശോയുടെ തിരുസന്നിധിയിലാണ്. കൊറോണ വൈറസ് ലോകത്തെ ഭീതിയിലാഴ്ത്തിയ ദിനങ്ങൾ, ലോക്ക്ഡൗൺ മൂലം ലോകം നിശ്ചലമായ ദിവസങ്ങൾ. എന്നാൽ അക്കാലത്തും ദിവ്യബലിയുടെ ശക്തി തിരിച്ചറിഞ്ഞ് ഇടവക ദേവാലയത്തിൽ തുടർച്ചയായി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ചെയ്ത ക്രമീകരണങ്ങൾ വഴി അത്ഭുതങ്ങൾ ദർശിക്കാൻ കഴിഞ്ഞ അച്ഛൻ്റെ വാക്കുകൾ പ്രേക്ഷക മനസ്സുകളെ അതിശയിപ്പിക്കുമെന്ന് തീർച്ച. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനിപ്പോൾ ചിറ്റാറ് സെൻറ്റ് ജോർജ് പള്ളി വികാരിയച്ഛനാണ്. എൻ്റെ വൈദിക ജീവിതത്തിൽ എനിക്കുണ്ടായ വലിയ സന്തോഷകരമായ അനുഭവം ഈ സമയം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പള്ളിയിലാണത്. കോവിഡ് കാലഘട്ടമാണ്. ഞാൻ കോവിഡ് കാലഘട്ടത്തെ ഇങ്ങനെ പറയും, എന്നെ സംബന്ധിച്ചൊരു ആത്മീയ വസന്തകാലമായിരുന്നു. ലോക്ക്ഡൗൺ തുടങ്ങി, പള്ളികൾ അടച്ചു. രാവിലെ 9 മണിക്ക് ഞാൻ ദേവാലയത്തെ പ്രവേശിക്കും, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കും. വൈകുന്നേരം ഒരു 5 മണി വരെ ദേവാലയത്തിലാകും. അപ്പോഴെനിക്കുണ്ടായ ഒരു അനുഭവം ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ കൂടുതൽ കുർബാന ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ എന്നെ പ്രേരിപ്പിച്ച
ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കോവിഡിന് തൊട്ട് മുമ്പ് ഇവിടെ ഒത്തിരി പേര് പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ട്. ഒരു വ്യക്തി ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒത്തിരി വ്രണങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം വന്നത്. ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ ചരിത്രം ചോദിച്ചപ്പോൾ, അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. പിന്നീട് ചില സാഹചര്യങ്ങളിൽ മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകാൻ ഇടവന്നു. ആ വിശ്വാസത്തിൻ്റെ തലങ്ങളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. പിന്നീട് ഒത്തിരി ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വന്നു. പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തോന്നിച്ചു, ഈ വ്യക്തിയുടെ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ വ്യക്തിയുടെ ശിരസിൽ കൂടെ പ്രവഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ രക്തമാണ്. ഞാൻ ഈ വ്യക്തിയുമായിട്ട് കാര്യങ്ങൾ പങ്കുവച്ചു. നല്ലപോലെ ഒന്ന് കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ദൈവം നിന്നിൽ അത്ഭുതം പ്രവർത്തിക്കും. ഒത്തിരി തളർന്ന, വേദനിച്ച് രോഗം വേട്ടയാടിയ ഈ മനുഷ്യന് ഉടൻ തന്നെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം പരിപൂർണ സൗഖ്യം പ്രാപിച്ചു. ഇത് പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ എന്നെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചു. സത്യം, എൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരമാണ്. എൻ്റെ സിരകളിലൂടെ പ്രവഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ രക്തമാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ദൈവാനുഗ്രഹം സംലഭ്യമാകുക വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുമ്പോഴാണ്. ഈ ചിന്ത എല്ലാവർക്കും കൂടുതൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ട സൗകര്യം ഒരുക്കണമെന്ന് എന്നെ പ്രേരിപ്പിച്ചു. ആയതുകൊണ്ട് ഗവൺമെൻറ് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് പരമാവധി വിശുദ്ധ ബലികൾ ഈ ദേവാലയത്തിൽ ക്രമീകരിച്ചു. ഞായറാഴ്ച ദിവസങ്ങളിൽ 10 വിശുദ്ധ ബലി വരെ ഈ ദേവാലയത്തിൽ. തിരുസഭ അനുവദിക്കുന്ന ബലികൾ, കുർബാനകൾ ഞാൻ അർപ്പിച്ചു. ബാക്കി കുർബാനയ്ക്ക് മറ്റു വൈദികരെ ക്രമീകരിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസത്തെപ്പറ്റി ഓർക്കാണ്. ഒരു ദിവസം ഞായറാഴ്ച ഇവിടെ 10 വിശുദ്ധ കുർബാനയുണ്ടായിരുന്നു. മറ്റു വൈദികർ വന്ന് സഹായിക്കുന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ അവർ വിളിച്ചു പറഞ്ഞു, അവരെല്ലാം കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്. ഞാൻ പല അച്ഛന്മാരെ സമീപിച്ചു, പക്ഷേ അവർക്കൊക്കെ വരാനുള്ള സാധ്യതയില്ലായിരുന്നു. അന്ന് ഞാൻ 10 വിശുദ്ധ കുർബാന അർപ്പിച്ചു. എൻ്റെ ജീവിതത്തിലെ ഞാൻ പറയും ഏറ്റവും സന്തോഷം നിറഞ്ഞ, ദൈവാനുഭവം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. എൻ്റെ പേര് ആൻ്റണി ജോൺ മുള്ളുവാലയിൽ എന്നാണ്. ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായി വിശുദ്ധ കുർബാനയിൽ സാധിക്കുന്ന എല്ലാ ദിവസവും പങ്കെടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നിയന്ത്രണങ്ങൾ വന്നത് മൂലം പല ദിവസങ്ങളിൽ ഇടവപ്പള്ളിയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും തന്നെ നമ്മുടെ ഇവിടെ ചിറ്റാറ് പള്ളിയിൽ വൈകുന്നേരങ്ങളിൽ 5-നും 7-നും എല്ലാം വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വിശുദ്ധ കുർബാനയിൽ ഇവിടെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുമായിരുന്നു. ഇത്രയും ദൂരം ഞങ്ങൾ 12-13 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇവിടെ എത്താനായിട്ട്. അപ്പോൾ അത്രയും ദൂരം ഞങ്ങളിവിടെ കുർബാനയിൽ സംബന്ധിക്കുന്നതിനായി എത്താറുള്ളത്. ആ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ആ ശക്തിയും ഊർജവും ഞങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാൻ ഞങ്ങൾക്കിടയായിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മക്കൾ 3 പേരും സാമാന്യം നല്ല നിലയിലെത്തിയെന്ന് പറയാം. മൂത്ത മോൾ ഡോക്ടറാണ്. അവൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MD ചെയ്യുന്നു. അവൾക്ക് 2 മക്കളായി. അവളുടെ ഭർത്താവും ഡോക്ടറാണ്. രണ്ടാമത്തെ മോന് ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. കൊച്ചുമകൾ MSc കഴിഞ്ഞ് ഗേറ്റിൻ്റെ എക്സാം എഴുതിയിട്ടിരിക്കുന്നു. ഇതിനെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയിലുള്ള ഞങ്ങളുടെ സജീവ ഭാഗഭാഗിത്വമാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കുർബാനയിൽ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്.
ഒരു കാര്യവും ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാറില്ല. എല്ലാം വേണ്ടതുപോലെ ദൈവം ക്രമീകരിക്കുന്നു. അത് ഞങ്ങളുടെ ഒരു വലിയ അനുഭവമാണ്. ഞങ്ങൾ ഇത്ര ദൂരം ഈ പള്ളിയിൽ നിന്ന് കുർബാന കൂടിയത് എന്തെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട ഷാജി അച്ഛനും എല്ലാ ദിവസവും 5 മണിക്കും 7 മണിക്കും രാവിലെയും കുർബാനകൾ, ഞായറാഴ്ച ദിവസങ്ങളിൽ 8ഉം 9ഉം കുർബാനയൊക്കെ ഇവിടെ വയ്ക്കുമ്പോൾ വിശ്വാസികൾക്ക് വിശുദ്ധ ബലിയിൽ സജീവമായി പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയത്. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളും ഇവിടെ വന്നു തുടങ്ങിയത്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ആളുകൾ വന്ന് കുർബാനയിൽ പങ്കെടുക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞങ്ങളും മറ്റു പലരോടും പറഞ്ഞ് ഇങ്ങനെ ഇവിടെ കുർബാനയുണ്ടെന്ന് അവരെ മറ്റുള്ളവരെയും പറയുകയും അവരും ഇവിടെ വന്ന് കുർബാനയിൽ പങ്കെടുക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹവും അനുഭവവുമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള എല്ലാ പള്ളികളും മിക്കവാറും തന്നെ കോവിഡ് ബാധിച്ച് അടച്ചപ്പോൾ ഈ ചിറ്റാർ പള്ളി മാത്രം അടയ്ക്കേണ്ടതായിട്ട് വന്നില്ല. തീർച്ചയായിട്ടും അത് ദിവ്യകാരുണ്യത്തിൻ്റെ ദിവ്യശക്തിയാണെന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ വളരെ അതുപോലെ തന്നെ ആത്മീയ അനുഭൂതിയിലേക്ക് നയിച്ച ചില സംഭവങ്ങളുണ്ട്. തൃശ്ശൂരിൽ നിന്ന് രാത്രി 10 മണിക്ക് 3 പേര് വന്നു, അച്ചോ കുർബാന കണ്ടിട്ട് 1 മാസമായി, അച്ഛൻ ഞങ്ങൾക്കൊരു ബലി അർപ്പിച്ചു തരാവും. തീർച്ചയാ ദാഹിച്ച് മോഹിച്ച് വന്ന് രാത്രിയിൽ ഞാൻ അവർക്ക് വേണ്ടി 3 പേർക്ക് വേണ്ടി ബലി അർപ്പിച്ചു. ഞാൻ ആ ബലിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഓർക്കുന്നു, ഈ 3 വ്യക്തികൾ കുർബാനയുടെ സമയം മുഴുവൻ കരയുകയാണ്. എൻ്റെ വൈദിക ജീവിതത്തിൽ ഇതിനേക്കാളും എനിക്ക് സന്തോഷം തോന്നിയ ഒരു നിമിഷം ഉണ്ടായിട്ടില്ല. അതുപോലെ ഓർക്കാണ്, ഒരു ദിവസം രാത്രി 11 മണിക്ക് കോട്ടയം ഭാഗത്തുനിന്ന് 5-6 ചെറുപ്പക്കാർ വന്നു, അച്ചോ ഞങ്ങൾക്കൊന്ന് കുമ്പസാരിക്കണം. ഞാൻ കിടന്നിരുന്നു, പകുതി ഉറക്കത്തിലായിരുന്നു. എങ്കിലും അവർ കുമ്പസാരിക്കാനായിട്ട് ഈ പാതിരാത്രിയിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ് തോന്നിയത്. ഞാൻ അവരെ കുമ്പസാരിപ്പിച്ചു. അവരുടെ മിഴികളിൽ കണ്ട ആ പ്രകാശം, അത് എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ എപ്പോഴും ഒരു വെളിച്ചമായി. ആഗ്രഹിച്ച് ബലിക്ക് വരുന്നവർ, ആഗ്രഹിച്ച് അനുരഞ്ജന കൂദാശയ്ക്ക് വരുന്നവർ. അതുപോലെ ഓർക്കാണ്, കോവിഡ് കാലഘട്ടത്തിൽ പാലായിൽ ഒരു കോവിഡ് രോഗി അത്യാസന്ന നിലയിലാണ്. വീട്ടുകാർ പല വൈദികരെ സമീപിച്ചു. അവർക്കൊന്നും പല സാഹചര്യങ്ങളാൽ എത്താനായിട്ട് പറ്റിയില്ല. വാഹനമില്ലാത്തവർ, രോഗത്തിലിരിക്കുന്നവർ. അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഇങ്ങനൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം രോഗീലേപന ശുശ്രൂഷയൊന്ന് സ്വീകരിച്ച് മരിക്കണം. ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. എനിക്ക് മനസ്സിലായി, ആ മനുഷ്യൻ്റെ അവകാശമാണ് നല്ലതുപോലെ ഒരുങ്ങി മരിക്കുക. ഞാൻ ആശുപത്രിയിൽ പോയി ഈ വ്യക്തിക്ക് വിശുദ്ധ കുർബാനയും രോഗീലേപനവും കൊടുത്തത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുക. പിറ്റേ ദിവസം ഈ വ്യക്തി സ്വർഗത്തിലേക്ക്, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ കണ്ടു, ഞാൻ കൂദാശ കൊടുത്തപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണിൽ ദൈവത്തിൻ്റെ ദിവ്യശോഭ. എൻ്റെ പേര് നീതു. ഞാൻ ഈ ഇടവകയിലെ ഒരു അംഗമാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എന്തെങ്കിലും സാഹചര്യത്താൽ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എന്തോ നികത്താനാവാത്ത നഷ്ടം പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിൽ കടന്നു വന്ന ബുദ്ധിമുട്ടുകളിലും അതുപോലെ തന്നെ എന്തെങ്കിലും പരീക്ഷണഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ അതിനെ തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് ലഭിച്ചത് ഈ വിശുദ്ധ കുർബാന കൊണ്ട് മാത്രമാണ്. അതുപോലെ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്കറിയാം ദിവ്യബലി ഒക്കെയുള്ള അവസരങ്ങൾ കുറഞ്ഞു പോയിരുന്നു. പക്ഷേ അക്കാലത്തും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. ഞായറാഴ്ചകളിൽ 10ഓളം ദിവ്യബലികൾ ഞങ്ങൾക്ക് ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെപ്പോലെയുള്ള യുവജനങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന സമയം പോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ദൈവത്തിലേക്ക് ഉയർന്നു വരുവാനുമുള്ള ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം
ആ കാലഘട്ടത്തിൽ നമുക്ക് മീഡിയയിൽ കൂടി വിശുദ്ധ കുർബാന കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാവർക്കും അത് ഒരേ രീതിയിൽ അനുഭവപ്പെടണമെന്നില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ശരിക്കും ഒരു ദൈവാനുഭവമായിട്ട് എനിക്ക് പെട്ടിരുന്നില്ല. കാരണം എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതുകൊണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു 10ഓളം വിശുദ്ധ കുർബാന ഞായറാഴ്ചകളിൽ വന്നതുകൊണ്ട് നമുക്ക് സമയം കിട്ടുന്നത് പോലെ തന്നെ വന്ന് ദിവ്യബലി അർപ്പിച്ച് ആ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഒത്തിരി സഹായകമായിരുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ ഒരനുഭവം കൂടി ഓർക്കുകയാണ്. ഞാൻ പല ഓപ്പറേഷന് വിധേയനായ ഒരു വ്യക്തിയാണ്. അതിൻ്റെ പരിണത ഫലമായി എനിക്ക് കാൽസ്യം ഡിപ്പോസിറ്റ് എന്ന ഒരസുഖമുണ്ടായി. ഒത്തിരി മരുന്നുകൾ കഴിച്ചതിൻ്റെ ഫലമായി ശരീരത്തിൻ്റെ മെറ്റാബോളിസത്തിന് വ്യത്യാസമുണ്ടായതിൻ്റെ ഫലമായിട്ട് എൻ്റെ 2 കാലുകളിലും കാൽസ്യം ഡിപ്പോസിറ്റ് ഉണ്ടായി. അതിൻ്റെ പ്രത്യാഘാതം അറിയാവുന്നതാണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ ഞാൻ ഈ ബലികളൊക്കെ അർപ്പിക്കുന്ന സമയത്ത് ഒരു കാല് മാറ്റി മറ്റേ കാലും നിർത്തിയാണ് കുർബാന അർപ്പിക്കുക. ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ 2021 ഏപ്രിൽ കോളേജ് അടയ്ക്കുമ്പോൾ പോയി അല്പം ചികിത്സ ചെയ്യണം, 1 മാസത്തെ ഒരു ആയുർവേദ ചികിത്സ. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ദിവസം ഞാൻ ബലി അർപ്പിക്കുന്ന സമയത്ത് എൻ്റെ 2 കാലിലെയും ഈ അസുഖം പരിപൂർണമായി സൗഖ്യപ്പെട്ടു എന്നുള്ളത് ഞാൻ പറയും അത് കുർബാനയുടെ അഭിഷേകമാണ്, കുർബാനയുടെ ശക്തിയാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ബലി അർപ്പിക്കുന്ന സമയത്ത് തിരുരക്തം ഉൾക്കൊള്ളുമ്പോൾ ഞാൻ പറയാറുണ്ട്, ദൈവമേ നിൻ്റെ തിരുരക്തത്താൽ എന്നെ നീ സൗഖ്യമാക്കണമേ. തിരുരക്തത്തിൻ്റെ വലിയ അഭിഷേകം. പലപ്പോഴും കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതായി പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കുർബാനയുടെ ശക്തിയാണ്. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ വിശുദ്ധ കുർബാനയാണ്. എൻ്റെ പേര് ജോണി. ഞാൻ ഈ കഴിഞ്ഞ 7 വർഷമായി ഈ ദേവാലയത്തിൽ ദേവാലയ ശുശ്രൂഷയായി ജോലി നോക്കിയാണ്. ഏറ്റവും പ്രധാനമായി ഞാനതിനെ കാണുന്നത് ദൈവത്തോട് കൂടിയായിരിക്കുക, അല്ലെങ്കിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലങ്ങളിൽ ഞായറാഴ്ചയിൽ 8ഉം 10ഉം കുർബാന ഈ ദേവാലയത്തിൽ അർപ്പിക്കുകയുണ്ടായി. ഇട ദിവസങ്ങളിൽ 5ഓളം കുർബാന ചെല്ലിയ ദിവസങ്ങളുമുണ്ട്. ഓരോ കുർബാന കഴിയും തോറും, അല്ലെങ്കിൽ കുർബാനയ്ക്ക് പുറത്തുനിന്ന് പോലും ആൾക്കാർ കടന്നു വരുന്നത് കാണുമ്പോൾ ആ കുർബാനയോടുള്ള ആൾക്കാരുടെ ഒരു ദാഹം, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ച് ആൾക്കാർ വരുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ കൂടുതൽ പ്രചോദനം തോന്നിയ ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരു ഞായറാഴ്ചയാണെങ്കിൽ ഞങ്ങൾ 6:30 കുർബാനയ്ക്ക് ശേഷം പള്ളി അടച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി കുർബാന ഉണ്ടോ അല്ലെങ്കിൽ 7:30 കുർബാന എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ആ ഒരു ഫാമിലിക്ക് വേണ്ടി ഞങ്ങളുടെ വികാരിയച്ഛൻ്റെ ഒരു കുർബാന അർപ്പിച്ച ഒരു അവസ്ഥ പോലും ഉണ്ടായി. അപ്പം ആ കുർബാനയെ അന്വേഷിച്ച് വന്ന അവരുടെ ആ തീക്ഷ്ണത, അല്ലെങ്കിൽ ദൈവജനം കുർബാനയോട് കാണിക്കുന്ന ആ ഒരു തീക്ഷ്ണത കാണുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കുർബാനയോട് എത്രമാത്രം അടുക്കണം, അല്ല ദൈവത്തോട് എത്രമാത്രം അടുക്കണം എന്നുള്ളൊരു ബോധ്യം കൂടി എനിക്ക് ഇതിൽ നിന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വികാരിയച്ഛനെ പറ്റി ഓർക്കുമ്പോൾ ഇതുപോലെ ഒരു വൈദികനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. ക്യാൻസർ എന്ന രോഗവും അതിനോടനുബന്ധപ്പെട്ട വളരെയധികം രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന ഈ ഒരു അവസ്ഥയിൽ പോലും ദൈവജനത്തിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വൈദികനെ മറ്റൊരിടത്തും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ പോലും 5ഉം 6ഉം കുർബാന ചൊല്ലി അൾത്താരയിൽ നിന്നിറങ്ങുമ്പോൾ ആ അവസ്ഥ കാണുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടം തോന്നാറുണ്ട്. ദേവാലയ നിർമ്മാണം പലയിടങ്ങളിലും ഒരു മരീചികയായി മാറുമ്പോൾ
ലോക്ക്ഡൗൺ കാലത്തും കുറവുകളില്ലാതെ മുന്നേറുവാൻ ഈ അച്ഛന് സാധിച്ചതിൻ്റെ വഴികൾ നമ്മുടെ മുൻപിൽ ഒരു സാക്ഷ്യമായി മാറുകയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 135 വർഷം പഴക്കമുള്ള പള്ളിയാണ് ചിറ്റാർ പള്ളി. പുതുതായിട്ട് പണിയുന്ന ചിറ്റാർ പള്ളിയുടെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക. 2.5 വർഷം മുമ്പാണ് പള്ളിപണി ആരംഭിച്ചത്. ചിറ്റാർ നിവാസികളെ സംബന്ധിച്ച് പള്ളി അവരുടെ ഒരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള കാലഘട്ടത്തിലാണ് പള്ളിപണി ആരംഭിച്ചത്. പള്ളിപണി ആരംഭിച്ചപ്പോൾ തന്നെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ദിവ്യകാരുണ്യ ആരാധന നടത്തിയിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ യാതൊരു വിഘ്നവുമില്ലാതെ ആരാധന തുടരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ ദിവ്യകാരുണ്യ ആരാധന പള്ളിപണിക്ക് വലിയ ദൈവാനുഗ്രഹമായിരുന്നു. കോവിഡ് വന്ന കാലഘട്ടത്തിൽ പോലും പള്ളിപണിക്ക് യാതൊരു തടസ്സവുമില്ല എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ കുർബാനയുടെ അത്ഭുതമായി ഇടവക സമൂഹത്തിൻ്റെ പേരിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് പിടിച്ച ഒരു പ്രദേശമാണ് ചിറ്റാർ. എങ്കിലും ഇതുവരെ പള്ളിപണിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇവിടെ എടുത്ത് പറയേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർക്കുന്നു. പള്ളിയുടെ സ്ട്രക്ചർ എല്ലാം കഴിഞ്ഞു. ഇനി അവസാനത്തെ മിനുക്ക് പണികൾ മാത്രമാണുള്ളത്. ഇവിടെ പണിയിലേർപ്പെട്ടിരുന്ന ഒരു വ്യക്തിക്ക് പോലും യാതൊരു തരത്തിലുള്ള അപകടമുണ്ടായില്ലെങ്കിൽ അതും ദിവ്യകാരുണ്യ ഈശോയുടെ ദിവ്യ സംരക്ഷണമാണെന്ന് ഏറ്റുപറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സഹന വഴികളെ ദിവ്യകാരുണ്യ ഭക്തിയിലൂടെ സുധീരം നേരിട്ട ഷാജിയച്ചൻ ദിവ്യബലിയുടെ മഹത്വം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നു. ഞാൻ വൈദികനായിട്ട് 26 വർഷമായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുക, ഞങ്ങളെ വൈദികർ കുർബാന കണക്ക് സൂക്ഷിക്കാറുണ്ട്. 26 വർഷം കൊണ്ട് ഞാൻ ഏകദേശം 28,640 വിശുദ്ധ കുർബാന അർപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ദിവസം 3 കുർബാന. എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി മുഴുവൻ വിശുദ്ധ കുർബാനയാണ്. എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ബ്ലഡ് കൊടുക്കാൻ പോയ അവസരത്തിലാണ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളും ഓപ്പറേഷനുകളെല്ലാം ഉണ്ടായി. ഈ സമയത്ത് എനിക്ക് ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി തന്നത് വിശുദ്ധ കുർബാനയാണ്. ഞാൻ തെരഞ്ഞെടുത്ത ആശുപത്രി തൃശ്ശൂർ അമല ആശുപത്രിയാണ്. അമല ആശുപത്രി തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് അവിടെ ആകുമ്പോൾ വിശുദ്ധ കുർബാന ലഭിക്കും. അത് ഒരു കത്തോലിക്ക ആശുപത്രിയാണ്. മാത്രമല്ല 2016 എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസം എനിക്ക് വിശ്രമം ഡോക്ടർമാർ കൽപ്പിച്ചു. അപ്പോൾ ഞാൻ കിടങ്ങൂരുള്ള ഒരു കത്തോലിക്ക ആശുപത്രി തിരഞ്ഞെടുത്തു. ഒന്ന് മാത്രം, എനിക്കറിയാം ഈ വേദനകളിലും ദുഃഖങ്ങളിലും
എനിക്ക് ശക്തി തരാൻ വിശുദ്ധ കുർബാന ഉണ്ടാകും എന്ന ചിന്തയാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും കുർബാന എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പഠിച്ച സമയത്ത് 1ാം റാങ്കിൽ PG പാസ്സാകാൻ കഴിഞ്ഞു. പിന്നീട് നെറ്റ് പാസ്സായി, PhD ഒക്കെ പഠിച്ചു. അതിന് കാരണം ഞാൻ ഓർക്കാറുണ്ട്, ഓരോ അവസരങ്ങളിലും വലിയ ഈ മത്സര പരീക്ഷയുടെ സമയത്തെല്ലാം കുർബാന അർപ്പിച്ച് ആരാധനയിൽ പങ്കെടുത്തതിന് ശേഷമാണ്. അതെനിക്ക് വല്ലാത്ത ശക്തി തന്നു. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ലഭിക്കാൻ കാരണം എൻ്റെ ശക്തിയല്ല, ഞാൻ ഏറ്റുപറയും, അത് വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ്. അതുപോലെ തന്നെ ഇടവക ജീവിതത്തിൽ ഞാൻ പറയും, ഒരു ഇടവക നന്നാകണമെങ്കിൽ ആ ഇടവകയെ കുർബാനയോട് ചേർത്ത് വയ്ക്കണം. പരമാവധി കുർബാനയോട് ചേർത്ത് വെച്ചാൽ ഏത് ഇടവകയിലും അത്ഭുതങ്ങളുണ്ടാകും. ചിറ്റാർ ഇടവക അതിൻ്റെ ഒരു സാക്ഷിയാണ്. ഇവിടെയുള്ള ബലികളും ആരാധനയും ഒത്തിരി വ്യക്തികളെ യേശു അനുഭവത്തിലേക്ക് നയിക്കാൻ സഹായിച്ചു എന്നത് തർക്കമറ്റ ഒരു ദൈവിക സത്യമാണ്. ഇവിടെ നമുക്ക് ഓർക്കാം, നമ്മൾ ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ, വൈദികനായിക്കൊള്ളട്ടെ, അൽമായനായിക്കൊള്ളട്ടെ, നമുക്കെപ്പോഴും ശക്തിയും സ്വാതന്ത്ര്യവും കൃപയും വിശുദ്ധ കുർബാനയാണ്, വിശുദ്ധ കുർബാന മാത്രമാണ്. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഷാജി അച്ഛനോടൊപ്പം നമുക്കും സ്നേഹിക്കാം ദിവ്യകാരുണ്യത്തെ. ബലിയർപ്പിക്കാം വിശ്വാസത്തോടെ.